കഥ തുടരുകയാണ്. 1001 രാവുകൾക്കുമപ്പുറം ഒഴുകുന്ന അപൂർവ സുന്ദരമായ ഒരു കഥ. പോരാട്ടങ്ങളുടെയും നിശബ്ദമായ പ്രാർത്ഥനകളുടെയും പായക്കപ്പലുകളുടെയും ശില്പം തീർത്ത കണ്ണൂരിൽ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. അറക്കലും ചിറക്കലും തറികളും തെയ്യവും ഉത്സവങ്ങളും കൊണ്ട് സമ്പന്നമായ ഈ കോലത്ത് നാട്ടിലെ ഓരോ ദേശത്തിനും പറയാനുണ്ട് 1000 ജ്വലിക്കുന്ന കഥകൾ. വട്ടപ്പൊയിൽ എന്ന പ്രദേശത്തു കൂടി സഞ്ചരിക്കുമ്പോൾ 1 നൂറ്റാണ്ട് മുമ്പ് നാട്ടുരാജാവിനെ പോലെ ജീവിച്ചിരുന്ന ഒരു വലിയ മനുഷ്യനെയും തലയുയർത്തി നിൽക്കുന്ന ഒരു തറവാട്ട് കാഴ്ചകളും നമുക്ക് വായിച്ചെടുക്കാം. ഇത് മൊയ്തീൻ കുട്ടി ഹാജി, തലമുറകളുടെ ചരിത്ര സാക്ഷ്യമായ കരിയിൽ തറവാടിന്റെ അധിപൻ. തിളങ്ങുന്ന കണ്ണുകളിൽ പ്രൗഢിയും പാരമ്പര്യവും ആജ്ഞയും അധികാരവും സ്നേഹവും സൂക്ഷിച്ചു വെച്ച നാട്ടുമൂപ്പൻ. എന്തെന്ത് കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ച തറവാടായിരുന്നു ഇത്. ബൈത്തും മൗലൂദും കളിയും ചിരിയും പാട്ടും സ്നേഹവിരുന്നുകളും കൊണ്ട് സമ്പന്നമായ ഒരു തറവാട്. അടക്ക കച്ചവടമായിരുന്നു മൊയ്തീൻ കുട്ടി ഹാജിയുടെ പ്രധാന ഉപജീവന മാർഗം. അതുകൊണ്ട് തന്നെ അടക്ക മൊയ്തീൻ എന്ന ഓമനപ്പേരും സാമ്പത്തിക സ്ഥിരതയും പ്രദേശത്തെ സ്വാധീനവും കരിയിൽ തറവാട് നേടിയെടുത്തു. കരിയിൽ തറവാട്ടിലേക്ക് വളപട്ടണത്തു നിന്നും ഒരു മണവാട്ടിയെത്തി. മൊയ്തീൻകുട്ടി ഹാജിയുടെ പ്രാണസഖിയായി എത്തിയ മറിയമ്പി. ഈ ദാമ്പത്യ വല്ലരിയിൽ 11 മക്കൾ പിറന്നു. മക്കളിൽ 2 പേർ മാത്രമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. സൈനബയും ആയിഷയും. ഞാൻ അടക്ക മൊയ്തീൻ കുട്ടി ഹാജിന്റെ 11 വണ്ടി 8ാമത്തെ മോളാണ് ഞാൻ ആയിഷ. എൻ്റെ ഉമ്മക്ക് 5 മക്കളാണ് ഞങ്ങൾ. എൻ്റെ ഉപ്പ ഇബ്രാഹിം കേട്ടി കോലയങ്കണ്ടി തൊടുകയിൽ. എൻ്റെ പേര് ഹമീദ്. എൻ്റെ പെങ്ങൾ ഖദീജ, സംല, ലൈല, നസീമ. ഞാൻ കല്യാണം കഴിച്ച് ചെമ്പിലോട്. എൻ്റെ ഭാര്യൻ്റെ പേര് മറിയം. എൻ്റെ മകളുടെ പേര് ഹസ്മിത. മകളുടെ ഭർത്താവിൻ്റെ പേര് സഹദ് ചേലോള. അവൾക്ക് 2 മക്കളാണ്. 10ാമത്തെ മോളാണ് നമ്മുടെ ഉമ്മ സൈനബ കെപി. അപ്പോൾ നമ്മളെ ഉപ്പ മുണ്ടേരിക്കാരനാണ്. മുണ്ടേരി കാനച്ചേരി കുഞ്ഞോളപ്പിൽ കമാൽക്കുട്ടി മാസ്റ്റർ. അപ്പോൾ മുന്നേ നമ്മളുപ്പ അറക്കൽ തറവാട്ടിലെ കാര്യസ്ഥനായിരുന്നു. ഉപ്പാപ്പാന്റെ ജോലി ഉപ്പ ഏറ്റെടുത്തിട്ട് പിന്നെ വട്ടപ്പൊയിൽ മാപ്പിള സ്കൂളിൽ 35 വർഷം അധ്യാപനം നടത്തിയ ആളാണ്. ഉപ്പ മരിച്ചിട്ട് ഏകദേശം ഒരു 30 വർഷമായി. ഉമ്മ ഇപ്പോൾ നമ്മളെ കൂടെ അൽഹംദുലില്ലാ നല്ല രീതിയിൽ പോകുന്നുണ്ട്. മക്കളും മക്കളുടെ മക്കളുമായി പാരമ്പര്യത്തിന്റെ പ്രൗഢിയുടെ വാതിൽ മലർക്ക തുറന്നിട്ടിരിക്കുന്നു. ോളം വീടുകളിലായി 800-ലധികം അംഗങ്ങളുള്ള കരിയിൽ തറവാട് തലമുറകൾ ലോകത്തിന്റെ പല ദിക്കുകളിലും ഇന്ന് ജീവിച്ചിരിക്കുന്നു.
ഓർമ്മകൾ തുറക്കുമ്പോൾ മക്കളുടെ മക്കൾക്ക് പറയുവാൻ ഏറെ കാഴ്ചകൾ. കരിയിൽ തറവാട് എൻ്റെ 5 വയസ്സ് തൊട്ടിട്ടുള്ള ഓർമ്മ എൻ്റെ അടുത്തുണ്ട്. 5 വയസ്സ് മുതൽ. അതായത് കരിയിൽ തറവാട് എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ ജാതി മത ഭേദമന്യേ എല്ലാ ആളുകളും ബഹുമാനിച്ചിരുന്ന, റെസ്പെക്റ്റ് ചെയ്തിരുന്ന തറവാടുമാണ്. അതിലുപരി മൊയ്തീൻ കുട്ടി ഹാജി എന്ന് പറഞ്ഞ ആ മഹാമനുഷ്യൻ. അത് ഒരു സംഭവമായിരുന്നു അദ്ദേഹം ഇവിടുത്തെ ഈ നാട്ടിൽ. നിങ്ങൾക്ക് പറയാം, അവിടെ അതിലേറ്റവും എന്നെ ഇന്ന് ആകർഷിക്കുന്നത് അദ്ദേഹത്തിന്റെ സമീപനങ്ങളാണ്. അവിടെ ഒരാളെ പോലും അദ്ദേഹം മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാ ആളുകളും അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ ഒന്നാണ്. അദ്ദേഹത്തിന്റെ ആദ്യം ഞാൻ വ്യക്തിപരമായിട്ടാണ് പറയുന്നത്, മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ അടുത്ത് പറയാം. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും, ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ, ഏറ്റവും സ്നേഹനിർഭരമായ പെരുമാറ്റവും എല്ലാ ആളുകളും ബഹുമാനിക്കുകയും ചെയ്തത്. എല്ലാ ആളുകളും ഇവിടുത്തെ ഏറ്റവും വലിയ ബഹുമാനിക്കപ്പെടുന്ന ആളിൽ ഒരാൾ ഒരു മേനോനായിരുന്നു. മേനോനൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഇന്നൊന്നും മേനോന്മാരെന്ന് പറയും. മേനോന്മാരെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിന്റെ പേരല്ല പറയുന്നത്. അന്ന് മേനോൻ എന്ന് പറഞ്ഞു, അതേപോലെ അധികാരി, ഇത് രണ്ടും ഒരു പ്രശസ്തമായ ഒരു സ്ഥാനങ്ങളായിരുന്നു. ഈ മേനോൻ പോലും അദ്ദേഹത്തിന് ബഹുമാനമായിരുന്നു. ആ മുന്നിൽ പോലും എനിക്ക് അത്രമാത്രം ഇതൊന്നും ആരും അദ്ദേഹം ഉണ്ടാക്കിയതല്ല. അദ്ദേഹത്തിന്റെ പ്രശസ്തി ഉണ്ടായതൊക്കെ തനിയെ തന്നെ ഉണ്ടായത്. ആ വ്യക്തിത്വം ആർക്കും എനിക്ക് തോന്നുന്നു അനുകരിക്കാൻ പറ്റില്ല. നമുക്ക് ആർക്കും ജീവിച്ചിരിക്കുന്ന ഇന്നത്തെ തലമുറക്കോ മറ്റോ ചെയ്യാൻ കഴിയാത്ത, അതെ, അടുത്തുയർത്താൻ പറ്റാത്ത ഒന്നായിരുന്നു അദ്ദേഹം. അദ്ദേഹം നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യം പറയാം. മാസത്തിൽ മിനിമം ഒരു സൽക്കാരം നടത്തും. എങ്ങനെ സൽക്കാരം? അവിടെ ഈ ആ കാലത്ത് മൗലിദ് എന്ന് പറയും. മൗലിദ്, അതിന് വേറൊരു പേരും കൂടി, മങ്കൂസ് മൗലിദ്, അങ്ങനെ തന്നെയാണെന്ന് പറയാമെന്ന് എനിക്കറിയാം. ആ മങ്കൂസ് മൗലിദ്. പിന്നെ ചിലപ്പം ഒരു തവണ, അതായത് 3 മാസത്തിന് റാത്തീബ് എന്ന് പറഞ്ഞാൽ, അത് എന്തിനാണ് നടത്തുന്നത്? റാത്തീബ് നടത്തിലുപരി കുറേ ആളുകൾക്ക് അദ്ദേഹം ഭക്ഷണം കൊടുക്കണം. അത് കൈകൊണ്ട് വിതരണം ചെയ്ത് കൊടുക്കണം. ഇരുന്നിട്ട് അന്ന് ഈ കസേരി മേശമൊന്നുമില്ല, ഈ പാഴയാണ് ചായ വിരിക്കുക. ആ പായയിലിരുത്തിക്കൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുക്കുക സ്വന്തം. ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരു സമയം, ആ കാലവും ഇന്നത്തെ കാലവും വ്യത്യാസമുണ്ട്. പായയിലിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അതൊക്കെ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയാം. പക്ഷെ അതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെതായ സമീപനം, മനസ്സ് വല്ലാത്തൊരു മനസ്സായിരുന്നു. സാമ്പത്തികവും കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ, നാളികേരം, അതായത് തേങ്ങ, ഒരു പറമ്പിൽ നിന്ന് വലിച്ച് മറ്റേ പറമ്പിൽ അവസാനിക്കുമ്പോഴത്തേക്ക് തിരിച്ച് വീണ്ടും ഈ പറമ്പിൽ, ഞങ്ങളൊക്കെ ഇപ്പം നാളികേരം വലിക്കുന്ന 1.5 മാസം കൊണ്ടാണ്. ഇപ്പം എൻ്റെ പറമ്പിലൊക്കെ ഞാൻ വലിക്കുന്ന 1.5 മാസം. പക്ഷേ ആ 1.5 മാസം കൊണ്ട് തിരിച്ച് രണ്ടാമതും വലിക്കുന്ന ഒരു അത്രമാത്രം സാമ്പത്തിക, എല്ലാം കൃഷി സ്ഥലങ്ങൾ, പാടങ്ങൾ, അതൊന്നും എനിക്ക് വിവരിച്ച് പറയാൻ കഴിയില്ല. ഇതൊക്കെ ഞാൻ എൻ്റെ അനുഭവം, ആരും കേട്ടറിവല്ല, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാം. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ നിലയും മറ്റും കാര്യങ്ങളും പറയുകയാണെന്ന് പറഞ്ഞാൽ അതിന് മാത്രമുള്ള കഴിവും ഒക്കെ ഉണ്ട്. അതൊക്കെ അറിയപ്പെടുന്നത് കണ്ണൂർ ഈ പ്രദേശത്ത് വട്ടപ്പുഴയിൽ മാത്രമൊന്നുമല്ല. അതായത് കാട്ടിപ്പരുത്തി ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയിരുന്നു. കാട്ടിപ്പരുത്തി വരെ, കാട്ടിപ്പരുത്തിയിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് അവിടെ പോകുമ്പോഴാണ് ഒരു കുട്ടിയെ വളർത്ത് പുത്രിയായിട്ട് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന്, വളർത്തു പുത്രിയല്ല, വളർത്താനായി കൊണ്ടുവന്ന്, അത് ആമിൻതാത്ത, ഞങ്ങൾ വിളിക്കുന്ന ആമിൻതാത്താണ്, ആമിന. അദ്ദേഹം ഇവിടുന്ന് എനിക്ക് തോന്നുന്നു അബൌട്ട് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ, 8 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അവരെ കല്യാണം കഴിപ്പിച്ചു. അവിടുന്ന് വീട്ടിൽ നിന്ന് മരിച്ചു. നമ്മൾ മറ്റുള്ള എല്ലാ ആളുകളെയും പറ്റി, എല്ലാ ആളുകൾക്കും ബഹുമാനമായിരുന്നു. എല്ലാ ആളുകൾക്കും ബഹുമാനമായിരുന്നു, വളരെ ബഹുമാനമായിരുന്നു അവരെ. മറ്റുള്ള എല്ലാ അവരുടെ മക്കളെ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരുപടി അപ്പുറം ബഹുമാനമായിരുന്നു. അങ്ങനെയാണ് അന്നത്തെ ആ കാലത്തെ ഉദാര മനസ്ഥിതി എന്ന് പറഞ്ഞാൽ ഇതിനാണ് കാണുക. പിന്നെ ഒപ്പം തന്നെ ഭാര്യ മറിയം എന്നാ പറയുന്നത്. ഒരു പക്ഷേ ആ കാലത്ത് അകാലത്തിലാണ് അവരുടെ മരണം. മറിയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാമയാണ് മരണപ്പെടുന്നത് ആദ്യം. അത് സാധാരണ നിലക്കുള്ള രോഗം വന്നിട്ടാണ് അവർ മരണപ്പെടുന്നത്. അന്ന് ഉമ്മാമയാണ് കാര്യസ്ഥ.
എന്ന് പറയാം. കാര്യസ്ഥ എന്ന് പറഞ്ഞാൽ കാര്യസ്ഥനായിട്ട് ആൾ വേറെയുണ്ട്. അത് കുഞ്ഞമ്പു എന്ന് പറഞ്ഞ ഒരാൾ, അത് പറമ്പിൻ്റെ, അതായത് ഉപ്പാവാൻ്റെ കാര്യസ്ഥൻ കുഞ്ഞമ്പു, മാനേജർ. അന്ന് കാര്യസ്ഥൻ എന്നാ പറയാ, കുഞ്ഞമ്പു. പക്ഷെ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. പണമിടപാടൊക്കെ നടത്തിയിരുന്നൊക്കെ ഉപ്പാവയല്ല. അതിന് എനിക്കുള്ള അനുഭവം എന്താന്ന് പറഞ്ഞാൽ, ഉമ്മാമ നേരെ വന്നിട്ട് കാളവണ്ടിയിൽ, ഡെക്കറേറ്റ് ചെയ്ത കാളവണ്ടിയിൽ, അന്ന് കാറുകളൊന്നും വാഹനങ്ങളൊന്നും ഇല്ല, ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് വിട്ടിട്ടാണ്. കരിയിൽ തറവാട് പടിയാണെങ്കിൽ നിശ്ചബോട്ടൊരു 3/4 കിലോമീറ്റർ അകലെയാണ് എനിക്ക്. അത് വീട് വെച്ചതാന്ന് തന്ന പറമ്പോട് കൂടി തന്നതാ ഉപ്പാവ. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ആ തറവാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. വന്ന് അവിടെ താമസിക്കുന്ന വീട് മുഴുവൻ പണിയും കഴിച്ചത് ഉമ്മാമയായിരുന്നു. ഉമ്മാമ നല്ല കാര്യപ്രാപ്തിയുള്ള ഒരാളായിരുന്നു. സാമ്പത്തികമായി ഉമ്മാമ ഉപ്പാപ്പയെ പോലെ തന്നെ ഒരുപക്ഷെ എന്തുകൊണ്ടോ അറിയില്ല, ആർക്ക് വേണമെങ്കിലും സഹായം ചെയ്യുന്നില്ല, അവരും മുൻപന്തിയിൽ നിന്നിരുന്ന ഒരാളാണ്. മക്കളൊക്കെ എന്തെങ്കിലും പൈസ ആവശ്യമുണ്ടെങ്കിൽ ഉടനെ ചെല്ലുക ഉമ്മാമൻ്റെ അടുത്ത്, മറിയം അതാണ് പേര്. അപ്പം അവർ ദിവസം ഈ വണ്ടിയിലാണ് വീട്ടിലേക്ക്, നമ്മൾ ഉണ്ടാക്കുന്ന വീട്ടിലേക്ക് വരുന്നത്. ആ പറമ്പിൽ വീടുണ്ടാക്കുന്നതിന് മുഴുവൻ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ഈ പറയുന്ന ഉമ്മാമയാണ്. ഓവറോൾ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന കുഞ്ഞമ്പുവാണ്. പിന്നെ തേങ്ങ വലിക്കുന്നത് ഇവിടെ തേങ്ങ പറിക്കുന്നതിന് ഒറ്റയാൾ അച്യുതൻ ഇപ്പോഴും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞല്ലോ, അച്യുതൻ തേങ്ങ വലിക്കാൻ ഇവിടെ തുടങ്ങുന്നു, മറ്റൊരു വീണ്ടും അങ്ങോട്ട് വരുന്നു. സ്ഥിരം ജോലിയാ ആശാരി. വേറൊരു ഇൻഫർമേഷൻ, ആശാരി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആശാരി അച്യുതനാണോ എന്ന് എനിക്ക് എക്സാക്റ്റ് ഓർമ്മ വരുന്നില്ല. അച്യുതൻ ആശാരി. വീട്ടിലെ പണി എന്താ ആശാരിക്ക്? കാലുകൾ കടയുന്ന, അതെനിക്ക് തോന്നുന്നു ഞങ്ങൾ അക്കരമെന്ന് പറയുന്ന തറവാടിന്. പിന്നെ ഉപ്പാവ മൂത്ത മോളുടെ വീട്ടിലാണ് കുറെ കാലങ്ങൾ താമസിച്ചത്. അവസാന കാലത്ത് തറവാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് മാറി. രണ്ടും ഒന്ന് തന്നെയാണ്. മകൾക്ക് വീടിലുണ്ടാക്കിയ വീട് അത് കമാൽകുട്ടി ഹാജി എന്ന് പറഞ്ഞ ആളുടെ വീടായിരുന്നു. കമാൽകുട്ടി ഹാജി വാരത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ നഫീസ, അതായത് പെണ്ണിൽ രണ്ടാമത്തെ മകളായ നഫീസ, അവരാണ് അവിടെ താമസിച്ചിരുന്നത്. പുള്ളി അവിടെയാണ് താമസിച്ചിരുന്നത്. അവിടുത്തെ എല്ലാ ഈ കൗതുകകരമായ രീതിയിൽ ഇങ്ങനെ എപ്പോഴും കടയാകും. അന്ന് ഇന്നതമായ മെഷീനറീസ് ഒന്നുമില്ല. ഇങ്ങനെ വെച്ചിട്ട് കടയുന്നൊരു സംവിധാനമായിരുന്നു. അങ്ങനെ സാധനം ഇങ്ങനെ അതിപ്പോൾ ഞാനിപ്പോൾ അടുത്തൊന്നും കണ്ടിട്ടില്ല. അത് കയറൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ആ പരിപാടിയാണ് പുള്ളി സ്ഥിരം ആശാരി. എന്തെങ്കിലും ഒരു പരിപാടി അത് ചെയ്യും. പിന്നെ ഉപ്പാവ മൂത്ത മോളുടെ വീട്ടിലാണ് കുറെ കാലങ്ങൾ താമസിച്ചത്. അവസാന കാലത്ത് തറവാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് മാറി. രണ്ടും ഒന്ന് തന്നെയാണ്. മകൾക്ക് വീടിലുണ്ടാക്കിയ വീട് അത് കമാൽകുട്ടി ഹാജി എന്ന് പറഞ്ഞ ആളുടെ വീടായിരുന്നു. കമാൽകുട്ടി ഹാജി വാരത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ നഫീസ, അതായത് പെണ്ണിൽ രണ്ടാമത്തെ മകളായ നഫീസ, അവരാണ് അവിടെ താമസിച്ചിരുന്നത്. പുള്ളി അവിടെയാണ് താമസിച്ചിരുന്നത്. പിന്നെ എല്ലാ കാര്യവും കണ്ടറിഞ്ഞ് മണത്തറിഞ്ഞ് മനസ്സിലാക്കി ചെയ്തിരുന്ന ഒരാൾ. ഖബറ്, നമ്മളൊക്കെ ഇപ്പം ഖബറെന്ന് പറയുമ്പോഴത്തേക്കും മരണത്തിൻ്റെ ഓർമ്മയാണ്. ഖബറ് സ്വന്തമായി വട്ടപ്പൊയിൽ ഈ പറയുന്നത് കുഴിച്ചു വെച്ച് കല്ലുകൊണ്ട് കെട്ടി അതിൽ മണലിട്ടിട്ട് അത് ചെയ്ത ആളാ സ്വന്തം. ആദ്യ തലമുറയിൽ മൂന്നാമത്തെ ആസിയുമ്മ എന്ന് പറഞ്ഞ ആളുടെ മകനാണ് ഞാൻ അഡ്വക്കേറ്റാണ്, കോഴിക്കോടാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകം ഉപ്പാപ്പ വലിയ പ്രസിദ്ധിയാർജിച്ച മനുഷ്യൻ അന്നത്തെ ആ കാലഘട്ടത്തിൽ. അവരുടെ പെമ്മക്കളെ 7 പെമ്മക്കളെ കല്യാണം കഴിച്ചത് മൂപ്പരെടുത്തതാണ്. മൂപ്പര് ഇവിടെ ജോലിക്ക് വന്നിട്ട് കല്യാണം കഴിപ്പിച്ച ആൾക്കാരുണ്ട്. അതിൽ നമ്മളിപ്പോൾ എൻ്റെ വാപ്പ കുട്ടിച്ചേക്കു എന്ന് പറഞ്ഞ അയാൾ പഠിക്കൽ കുട്ടിച്ചേക്കു വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അവർക്ക് നമ്മൾ വിട പറഞ്ഞു പോയി. അതുകൂടാതെ അതിന് ശേഷം മൂസാപ്പ, പിന്നെ നമ്മളെ മുഹമ്മദ് അളാപ്പ എന്ന് വെച്ചാൽ വലിയൊരു സംഭവമാണത്. അദ്ദേഹമാണ് കോഴിക്കോടായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നമ്മൾ തുടക്കം കുറിച്ചതാണ് മുഹമ്മദ് അളാപ്പയാണ്. പിന്നെ ഇബ്രാഹിം അളാപ്പ, പിന്നെ അഹമ്മദ് കുട്ടി അളാപ്പ, അവർ മാസ്റ്ററായിരുന്നു. അതേപോലെ കമാൽകുട്ടി മാസ്റ്റർ, കമാലുട്ടിയാപ്പ, അവരുടെ വട്ടപ്പോയിൽ LP സ്കൂളിലെ മാഷായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലെ ഒരുപാട് വ്യത്യസ്ത മുഖങ്ങളുണ്ടായി നമുക്ക്. എൻ്റെ പേര് ഫൈസൽ, ഞാൻ കോഴിക്കോടാണ്. അഹമ്മദാറ്റൻ്റെ മകൻ ഞാൻ, ഫൈസൽ രണ്ടാമത്തെ ആളാണ്. ഇതെൻ്റെ ജ്യേഷ്ഠൻ ആഷിഖ്, അതുപോലെ തന്നെ എൻ്റെ അനുജൻ നൗഫൽ. നമ്മൾ 5 പേരാണ് കുടുംബത്തിലുള്ളത്. നമ്മുടെ വാപ്പ നേരത്തെ ജ്യേഷ്ഠൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് എത്തുകയും കോഴിക്കോട് വിവാഹം കഴിക്കുകയും ശേഷം കോഴിക്കോട് സെറ്റിലാകുകയും ചെയ്യുകയുണ്ടായി. നമ്മളെല്ലാവരും ഇപ്പോൾ കോഴിക്കോട് താമസിക്കുകയും കുടുംബവുമായി നല്ല ബന്ധത്തിൽ നിൽക്കുകയും ഏത് നിമിഷവും നമ്മൾ കരിയിൽ തറവാട്ടിലേക്ക് നമ്മൾ എന്ത് പരിപാടികൾ ഉണ്ടായാലും ഇവിടെ കണ്ണൂരൊക്കെ വരികയും കുടുംബവുമായി നല്ല നിലയിൽ ബന്ധം പുലർത്തി കൊണ്ടുപോകുന്നുണ്ട്. ഉപ്പാപ്പാൻ്റെ അടുത്ത് ഞാൻ പീടിയിൽ പിന്നെ
ഒരു സൈക്കിൾ വന്ന് തന്നെ അടിച്ചത്. അതൊക്കെ താനും വന്ന് പിന്നെ സൈക്കിൾ എടുത്തിട്ട് അവിടെ ഒരു കോളുണ്ട് മടപ്പേലി ഇത് ചാടി എൻ്റെ മോളെ എന്താ ചെയ്ത് പിടിച്ചൊന്തി നമുക്കൊന്നും തട്ടിയിട്ടൊന്നുമില്ല. ഞാൻ വീണ് പോയതാണ് മദ്രസയ്ക്ക്. ഞാൻ മോള് നല്ല ഉപ്പാപ്പ കണക്കാക്കിയത്. എൻ്റെ അത്ര ഇതായിട്ടാണ്. പുറത്തിൽ കല്യാണം കഴിച്ചിട്ട് അവിടെ കിടക്കാൻ എന്നെ എടുക്കാണ്ട് പോവില്ല, എന്നെ കൂട്ടാണ്ട് പോകും. എൻ്റെ എൻ്റെ കൂടെ കടത്തും. കല്യാണം കഴിയുന്നവരെ എൻ്റെ കിടക്കൽ. ഇന്നും ഞാൻ പറഞ്ഞു ഉപ്പാപ്പ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഉപ്പാപ്പൻ്റെ അടുത്ത് കിടത്തണമെന്ന് ഞാൻ പറഞ്ഞു. നമ്മളെ കുടുംബം എന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കുടുംബത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കാരണം അത്രയും വലിയ കുടുംബമാണ് നമ്മളെ കുടുംബം. കാരണം എനിക്ക് ഉപ്പാപ്പാനൊന്നും ശരിക്കും ഓർമ്മയില്ല, പറഞ്ഞു കേട്ട പരിചയമുണ്ട്. നമ്മള് ചെറുപ്പ സമയത്തെ പാവനെ കാണുന്നത് പാവല്ലേ ഇതാന്ന് നമ്മളോടെല്ലാം എല്ലാ പെരുമാറ്റാന്ന്. പിന്നെ അടക്ക കച്ചവടം തുടങ്ങിയിട്ട് പിന്നെ കുറേ ആൾക്കാരും ഇങ്ങനെല്ലാം വരും. പിന്നെ പാവൻ്റെ പിന്നെ ആരും അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ നിൽക്കലില്ല. ഉപ്പാവൊക്കെ ഭയങ്കര ഇതാണ് പുറത്ത് പോകുന്നത്. ഞാൻ എൻ്റെ ഉപ്പാപ്പാനെ കണ്ടിട്ടില്ല. ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഉപ്പാപ്പ മരിച്ചിനേനു. പിന്നെ ഇവരെല്ലാവരും പറയുന്നത് കേട്ടു ഉപ്പാപ്പൻ്റെ കാര്യങ്ങൾ. ഞാനിവിടുത്തെ പുതിയാപ്പിലാണ്, കരിയിൽ തറവാട്ടിലെ. 1993 ഞാൻ കല്യാണം കഴിച്ചത്. കഴിച്ച സമയത്ത് എൻ്റെ അമ്മോശനാക്കാണ് ഞാൻ അറിയപ്പെട്ടത് ഉപ്പാപ്പാനെ പറ്റി പറയാന്നെങ്കിൽ പറയുന്ന കേട്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കിരീടം വെക്കാതെ ഒരു രാജാവാണെന്നാണ് പറയപ്പെട്ടത്. 86 വയസ്സുള്ള ഐഷയുമ്മ മുതൽ 2.5 മാസം പ്രായമായ റുവാസർ ഈശ്വരെ ഈ തറവാടിന്റെ മുഖമുദ്രയാണ്. 5ാമത്തെ എൻ്റെ ഉമ്മ. അതിൽ ഞങ്ങൾ 8 മക്കളാണ്. അതിൽ ഞാൻ 4ാമത്തതാണ്. ഞങ്ങൾ 4 ആണും 4 പെണ്ണും. അതിൽ ഒരു അനുജൻ മരിച്ചുപോയി, ബാക്കി 7 ആളുമുണ്ട്. എല്ലാവരും വീടെടുത്ത് മാറി താമസിക്കാൻ തുടങ്ങി. എല്ലാവരും സെപ്പറേറ്റ് താമസിക്കുക. പിന്നെ കരിത്തറവാട് എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്. എല്ലാവരും ഉണ്ട്. ഡോക്ടർ, വക്കീൽ, പിന്നെ എല്ലാം വേണ്ടപ്പെട്ട എല്ലാ ബിസിനസ്സുകാർ, പിന്നെ ആ ഗൾഫിലൊക്കെ വീടെടുത്ത് താമസിക്കുന്ന മക്കളുണ്ട്. ഇങ്ങനെ ഒരു കരിത്തറവാടിനെ പറ്റി പറയാന്ന് വെച്ചാൽ 6ാമത്തെ തലമുറ ആകാൻ വേണ്ടി പോകുന്നു. 5 തലമുറ ഇപ്പോൾ ഓൾറെഡി ആയി. ഞങ്ങൾ ആപ്പമാരെല്ലാം മരിച്ചുപോയി. എല്ലാവരും ആമമാരായി ഇപ്പോൾ 2 ആൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി ആറ്റമാരെല്ലാം മരിച്ചുപോയി. പിന്നെ എൻ്റെ ഒരു അനുജൻ, പിന്നെ ഒരു ജ്യേഷ്ഠയും മരിച്ചു, മൂത്തമ്മാൻ്റെ മോന്. അതിൻ്റെ ഒരു ഇളയത് മരിച്ചു. അങ്ങനെ മരണം കുറേ സംഭവിച്ചിട്ടുണ്ട്. കുറേ പങ്ങൾ മരിച്ചു, ഒരു മക്കൾ മരിച്ചിട്ടുണ്ട്. അങ്ങനെ മരണം കുറേ ഉണ്ട്. നല്ല സ്നേഹമാണ്, നല്ല കുടുംബക്കാരാണ് എല്ലാം. പ്രത്യേകിച്ച് കുടുംബം എന്നാൽ മാപ്പിൻ്റെ ആൾക്കാർ മാത്രമല്ല, എല്ലാ കുടുംബങ്ങളും പ്രത്യേകിച്ച് നല്ല ആൾക്കാരാണ്. നല്ല കുടുംബങ്ങളാണ്. നിങ്ങളെ മാവത്തമാക്കളും പെങ്ങന്മാർ, മരിയക്കൾ, ഏട്ടന്മാർ, ഇങ്ങന്മാർ. പക്ഷെ ഇന്നുവരെയായിട്ട് നമുക്ക് നല്ലതായിട്ടുള്ളൂ. ഇതുവരെ അങ്ങനെ തെറ്റിയിട്ടില്ല, അങ്ങനെ അറിയുന്നില്ല. നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. നല്ലതാണ്. എൻ്റെ പേര് മൊയ്തു. ഞാൻ നമ്മളെ കരിയിൽ തറവാട്ടിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ 5ാമത്തെ കാരണവരാണ് ഞാൻ. ഞങ്ങളെ കുടുംബത്തിൽ 115 വീടുണ്ട്, 850 ആൾക്കാരുണ്ട്. 850 എന്ന് പറയുമ്പം 5 തലമുറയായിട്ടുള്ള ആൾക്കാരാണ് ഈ 850 ആൾക്കാർ. പിന്നെ അധികം ആൾക്കാരും, ഞാനിപ്പം താമസിക്കുന്നത് മുണ്ടേരി ഒട്ടക്കാണ്. ഞാൻ കല്യാണം കഴിച്ച മുണ്ടേരിയിലാണ്. അപ്പോൾ അവളെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ വീടെടുത്ത് താമസിക്കുന്നത്. ഞങ്ങൾ ഒരു 6 ആൾക്കാർ ഒരേ പ്രായക്കാരുണ്ട്. ഏറ്റവും മൂത്തത് അഡ്വക്കേറ്റ് ഉമ്മറുകുട്ടിയാണ്, 2ാമത്തെ ഞാൻ, 3ാമത്തെ അബ്ദുൽ ഖാദർ, 4ാമത്തത് മൊയ്തു, 5ാമത്തെ അമീദ്. ഞങ്ങൾ ഒന്നിച്ചിട്ട് ഒരു സ്ഥലത്ത് ഒന്നിച്ചിട്ട് കൂടാൻ വേണ്ടിയിട്ട് ഉപ്പാവ് വിടൂല. കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്നുണ്ട് മൊയ്തും കുട്ടി അജിക്കാൻ്റെ മക്കളാണെന്ന് പറയുന്നത് കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് പോകാൻ വിടൂല. ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി ഗൾഫിൽ പോയത് ഞാനും നമ്മളെ അക്കർമല അബ്ദുൽ ഖാദറുമാണ്. 1975 ഒരു നോൻപ് മാസമാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പോയി 3 മാസം കഴിഞ്ഞപ്പോഴാണ് പാവം മരിക്കുന്നത്. പക്ഷെ അത് ഞങ്ങൾ 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്. കാരണം ഇന്നത്തെ സൗകര്യമൊന്നും അന്നില്ലായിരുന്നു. ഈ നമ്മൾ ഉപ്പാവാക്ക് മലഞ്ചരക്ക് കച്ചവടമാണ്.
മലഞ്ചരക്ക് എന്ന് പറഞ്ഞാൽ അടക്കം മൊയ്തീൻ കുട്ടിയാജി എന്നാ പറയല്. അത് പിന്തുടർന്ന് കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ മാത്രമാണ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. പഠിപ്പിച്ചത് കുറേ മക്കളും കുടുംബയിലുണ്ട്. ഇവിടെ കരിയിൽ തറവാട്ടിലെ മൊയ്തീൻ കുട്ടിയാജിയുടെ 11 മക്കളിൽ 7 പെൺമക്കളും 4 ആമക്കളും ഉള്ളത്. അതിൽ പെൺമക്കള് രണ്ടാമത്തെ മൂത്തമ്മാന്റെ മകളാണിത് അലിത്തത്ത. ഞാന് കരിയിൽ തറവാട്ടിലെ 3ാമത്തെ തലമുറയിൽപ്പെട്ടവളാണ്. എൻ്റെ മോളടക്കം ഇപ്പം 5ാമത്തെ തലമുറയിലുള്ളത്. സ്നേഹവും ഐക്യവും സന്തോഷവുമുള്ള നല്ലൊരു കുടുംബമാണ് കരിയിൽ തറവാട് കുടുംബം. എൻ്റെ പേര് മുബഷിറ. ഞാൻ 4ാമത്തെ തലമുറയാണ് കരിയിൽ തറവാട്ടിലെ. കരിയിൽ തറവാട് എന്ന് പറയുന്നത് നമ്മളൊരു ഐഡന്റിറ്റിയാണ്. എവിടെ പോയാലും നമുക്ക് അതിൻ്റെ ഒരു സ്ഥാനം കിട്ടാറുണ്ട്. കരിയിൽ തറവാടിൽ ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. കടക്കണ്ണിൻ മൂനെ കൊണ്ടെന്നിടനെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ, എന്റെ പിടക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തിൽ കുറിപ്പിച്ച കണ്ണാളെ, എന്നെ കൊടുക്കിയ പൂമോളെ. 7ാമത്തെ മകൾ കുഞ്ഞലു, അവരുടെ ഭർത്താവ് അഹമ്മദ് കുട്ടി മാസ്റ്റർ. ആ ദമ്പതികളിൽ 5 മക്കളായിരുന്നു, 3 പെണ്ണും 2 ആണും. ആ 2ാമത്തെ മകനായ നിസാർ എന്ന ആളാണ് ഞാൻ. വട്ടപ്പൂലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലത്ത് വലിയ ഒരു പട്ടണമായിരുന്നു, ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു വട്ടപ്പൂയിൽ എന്ന പ്രദേശം. ആ പ്രദേശത്തെ ഇത്രയും ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നത് കരിയിൽ തറവാട്ടിലെ എല്ലാമായിരുന്ന മൊയ്തീൻ കുട്ടി ഹാജി എന്നവരായിരുന്നു. കരിയിൽ തറവാട് മൊയ്തീൻ കുട്ടി മറിയം ദമ്പതിമാരുടെ 3ാമത്തെ തലമുറയാണ് നമ്മള്. നമ്മുടെ തറവാട് എന്ന് വെച്ച് കഴിഞ്ഞാല് കൂട്ടുകുടുംബമായിട്ട് നമ്മളെല്ലാവരും നല്ല ഐക്യത്തോടും നല്ല സ്നേഹം, നമ്മളെല്ലാവരും കാണുമ്പോൾ എല്ലാവരും സന്തോഷത്തിലും ഇതിലും എല്ലാം ഇതായിരിക്കണം. പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയാനുള്ളത് എൻ്റെ ഉമ്മാനെ പറ്റിയിട്ടേ പറയാനുള്ളൂ. അതായത് റബീഉൽ അവ്വൽ 29ാം തീയതി ഉമ്മാൻ്റെ പെട്ടെന്നുള്ള ആ ഒരു മരണം നമുക്ക് വല്ലാത്തൊരു ഇതായിനി. ഈ തറവാട്ടിൽ നിന്നും മൺമറഞ്ഞു പോയവരെയും പ്രാർത്ഥനയോടെ നമുക്ക് ഓർക്കാം. കരിയിൽ തറവാട് UAE വിംഗ് പ്രവർത്തന രംഗത്ത് സജീവമാണ്. ഞാൻ അബ്ദുൽ നാസർ, ഇന്ത്യ അബ്ദുൽ ഖാദർ, മുത്തമ്മാൻ്റെ മകനാണ്. അപ്പം ജയിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് ഇപ്പം ദുബായിലുള്ളത് ജയിച്ചു കഴിഞ്ഞാൽ കരിയിൽ തറവാട് UAE വിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റി 2020 നമ്മൾ അവിടെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. മെയിൻലി എല്ലാ വർഷവും 2020 മുതൽ 2025 വരെ നമ്മുടെ കുടുംബത്തിൽ റംസാൻ കിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമാതിരി മറ്റുള്ള ചില കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 10-40 ആൾക്കാരോളം ഇന്ന് UAE-ലുണ്ട്. എല്ലാവരുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതുമാതിരി 90% ആൾക്കാരും നമ്മളോട് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. ഈ 4ാമത്തെ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ മൊത്തം 800 ആൾക്കാരുണ്ട് കുടുംബത്തിൽ. അതിൽ കുറേ ആൾക്കാർ വിദേശത്താണ്, പല രാജ്യത്തായിട്ടുണ്ട്. പിന്നെ ഞാനുള്ളത് UAE-ലാണ് താമസം. അമേരിക്ക, അതേപോലത്തെ ഈജിപ്ത്, അങ്ങനെ പോളണ്ട്, അങ്ങനെയുള്ള രാജ്യങ്ങളിലായിട്ട് പലതും കിടക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ചെറുതാകുന്ന സമയത്ത് ഞങ്ങൾ 3-4 ആൾക്കാർ ഒരേ പ്രായക്കാരായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പുറത്തു പോകുമ്പോഴൊക്കെ എല്ലാവരും പറയാറുണ്ട് മൊയ്തീൻ കുട്ടി ഹാജിൻ്റെ പേരമക്കൾ വരുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയാറ്. ഞങ്ങൾ ഒന്നിച്ച് പോകാൻ വരും, സമ്മതിക്കാറില്ല വീട്ടുകാർ. കാരണം വെച്ചാൽ ഒന്നിച്ച് പോയാൽ കണ്ണുകൂടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആയിരുന്നു.
ആ സമയങ്ങളിൽ. കരിയിലെ തറവാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ നാട് ഭാരത്തായിരുന്നു. അവിടുന്ന് തന്നെ ഈ കരിയിൽ തറവാട്ടിനെ പറ്റിയിട്ട് നമുക്ക് പറയുന്നത് കേട്ടാം. നമുക്ക് കുട്ടിയാജി, മുഹമ്മദാജി, മറ്റിങ്ങനെല്ലാം ഓരോ മക്കൾ, അവക്ക, അഹമ്മദാറ്റ, അങ്ങനെ അവരിൽ വലിയ പേരിട്ട ആൾക്കാരാണ്. അങ്ങനെ പിന്നെ മൊയ്തുവാക്കാനെങ്കിൽ നമ്മൾ സ്നേഹിതനായിരുന്നു. അങ്ങനെ അവരെ ഈ മഹിമ കൊണ്ട് ഞാൻ വട്ടപ്പോല് കല്യാണം കഴിച്ചു. അൽഹംദുലില്ലാ. മക്കളായ അഫ്സിറ, അൻസബ്, മുഹമ്മദ് അബ്ദുൽ എന്നീ 3 പേരാണ്. 4-ാം കുടുംബസംഗമത്തിൽ എല്ലാവിധ ആശംസകളും. എൻ്റെ പേര് അബ്ദുൽ ഖാദറാണ്. ഞാൻ സൈനബ മനസ്സിൽ സൈനബാൻ്റെ മൂത്ത മോനാണ്. ഞാനിവിടെ ഷാർജയിലാണ്. പങ്കെടുക്കാൻ പറ്റാത്തതിൽ വളരെയധികം വ്യസനിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയൊരു സംഗമം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പങ്കെടുക്കാം. പാരമ്പര്യ തികവിലും പ്രൗഢമായ സാമൂഹ്യ അവസ്ഥയുടെ കാര്യത്തിലൊക്കെ തറവാട് ഈ പ്രദേശത്ത് ഏറ്റവും മികച്ച കുടുംബബന്ധങ്ങളുടെ ഉദാഹരണമാണ്. ഈ കുടുംബബന്ധത്തിലേക്ക് ഞാൻ എത്തപ്പെടുന്നത് 33 വർഷം മുമ്പാണ്. ഇന്നത്തെ കാരണവർ അബ്ദുൽ ഖാദർ എന്നവർ കാഞ്ഞിരൂരിലെ ചാലക്കണ്ടി തറവാട്ടിൽ ആയിഷു എന്നവരെയാണ് കല്യാണം കഴിച്ചത്. അവരുടെ മകൾ ഖദീജയുടെ മകൾ സമീനയുടെ ഭർത്താവ് എന്ന നിലയിലാണ് ഞാൻ ഈ കുടുംബബന്ധത്തിൽ എത്തിച്ചേരുന്നത്. ഈ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയുള്ള കുടുംബബന്ധത്തിൻ്റെ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും ഹൃദ്യമായ പെരുമാറ്റവും ബന്ധങ്ങളുടെ സൂക്ഷിപ്പും ഉള്ളവരാണ് ഈ കുടുംബാംഗങ്ങൾ. അതിൻ്റെ ഉദാഹരണം തന്നെയാണ് ഇത്തരം കുടുംബസംഗമങ്ങൾ നടത്താൻ പറ്റുന്നത്. ഇന്ന് 125-ലധികം വീടുകളിലായി ആയിരക്കണക്കിന് അംഗങ്ങൾ പരസ്പരം ഇഴുകിച്ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ കുടുംബസംഗമം നടത്തുന്നത്. ഏറ്റവും മികച്ച രീതിയിൽ ഇങ്ങനെ ഒരു സംഘാടനം നടത്തുന്ന മുതിർന്ന തലമുറയുടെ കൂടെ യുവാക്കളും വിദ്യാർത്ഥികളും സ്ത്രീകളും ഒക്കെ ഒത്തുചേർക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഴകും ഇമ്പവും. ഇത് ഇനിയും നമുക്ക് കാത്തു സൂക്ഷിക്കണം. വരും കാലങ്ങളിൽ പുതിയ സംഗമങ്ങൾ നടക്കുമ്പോഴേക്ക് ഈ യുവാക്കളും കുട്ടികളൊക്കെ സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥ തലത്തിലൊക്കെയുള്ള വലിയ ഉന്നതിയിലെത്തുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ മുന്നേറ്റം കൂടി നടത്തണം. 120 വർഷം പഴക്കമുള്ള ഈ കുടുംബത്തിൻ്റെ ഐക്യവും സ്നേഹവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. 4ാമത്തെ കുടുംബ സംഗമത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. 1ാമത്തെ സംഗമത്തിൽ പങ്കെടുത്തു. 2ാമത്തെയും 3ാമത്തെയും പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ ഗൾഫിലായിരുന്നു. ഇവരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പം ഈ 4ാമത്തെ സംഗമത്തിൽ പങ്കെടുക്കാൻ പറ്റി. സന്തോഷം. സർവശക്തന് സ്തുതി. അൽഹംദുലില്ലാ. ജാതിമത ഭേദമന്യേ സ്നേഹത്തിന്റെ മഹാകാഴ്ചകളായി മാറി. കരിയിൽ ഉത്സവം നാടിന്റെ ഉത്സവം തന്നെയാണ്. എൻ്റെ പേര് മോഹനൻ. ഞാൻ ഈ പിന്നെ ഇവരെ കുടുംബമായിട്ട് വളരെ ബന്ധമുള്ള ഒരു ആൾക്കാരാണ് ഞാനും എൻ്റെ ഭാര്യയാണിത്. അപ്പോൾ ചെറിയ പ്രായത്തിൽ നമ്മൾ ആ കുടുംബമായിട്ട് പിന്നെ അത്ര ബന്ധമുള്ള ഒരു ഇതാണ്. നമ്മൾ സുബൈദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കളിക്കൂട്ടുകാരെ മാതിരിയായിരുന്നു ആ വീടുമായിട്ടുള്ള ബന്ധം. അങ്ങനെ ആ കുടുംബത്തിൻ്റെ എല്ലാവരും എനിക്കറിയുന്ന നല്ലപോലെ അറിയാം. അഷ്റഫിനെ അറിയാം, അഷ്റഫിൻ്റെ ഇക്കാക്കനെ അറിയാം, മൊയ്തുക്കാനെ അറിയാം. എല്ലാം നല്ല ബന്ധങ്ങളാണ്. അങ്ങനെ അവരെ പെങ്ങന്മാരുമായിട്ടുള്ള എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളാണ്. ഞങ്ങൾക്ക് പണ്ടേ ചെറിയ പ്രായത്തിൽ മുതലുള്ള കളിക്കോപ്പ് എന്ന് പറഞ്ഞാൽ കളിക്കൂട്ടുകാരായിട്ട് വളർന്ന സ്ഥലങ്ങളാണ്. അത് കൂടുതൽ പറയാന്ന് വെച്ചാൽ നമ്മളെ അതുമാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള ഒരു ജാതിഭേദം അങ്ങനത്തെ ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല.